നമ്മുടെ ശത്രുരാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വലിയ ഭീഷണിയൊക്കെ മുഴക്കി ഇപ്പോഴങ്ങ് ചെത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ അടിച്ചവർ അവിടെ സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക തേടിക്കൊടുക്കാൻ കഴിയാതെ വലിയ വെല്ലുവിളി നേരിടുകയാണ്. നിസ്സാരമല്ല. 1 കിലോ അരിയുടെ വില 340 എത്തി നിൽക്കുന്നു എന്നാണ്. കറാച്ചി പോലെയുള്ള, ഇസ്ലാമാബാദ് പോലെയുള്ള പട്ടണങ്ങളിൽ 1 കിലോ അരിക്ക് 340 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയാണെന്ന് പറയുന്നു. അതുപോലെ അവിടെ ആൾക്കാരുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവമാണ് അല്ലെങ്കിൽ ഇനമാണ് കോഴിയിറച്ചി. 1 കിലോ കോഴിയിറച്ചിക്ക് ഏതാണ്ട് 800 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഈ രാജ്യാന്തര മാധ്യമങ്ങൾ, ഇൻ്റർനാഷണൽ മീഡിയ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നാണയപ്പെരുപ്പം വളരെ കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരം വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ് അവിടെ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. വലിയ വില കൊടുത്താണ് സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് എങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന ഘട്ടത്തിലാണ്. എന്തായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചതിലൂടെ ആ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നാണയപ്പെരുപ്പം ഏതാണ്ട് 7.5% എത്തി നിൽക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. 5.5-നും 7.5-നും ഇടയ്ക്കാണ് എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വലിയ വെല്ലുവിളി നമുക്ക് നേരെ ഉയർത്തിയ ആ രാഷ്ട്രം ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇത് കൂടാതെ ഈ മരുന്നുകൾ, ഔഷധങ്ങളുടെ കയറ്റുമതി പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നായിരുന്നു. ആ കയറ്റുമതി മുഴുവനും ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ ഈ രോഗികൾ ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ചും അവശ്യ മരുന്നുകൾ, ഈ ജീവൻ രക്ഷാ മരുന്നുകൾ ഒക്കെ, അതുപോലെ ഈ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ഇതൊക്കെ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. അതെല്ലാം നിലച്ചതോടുകൂടി ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ദിവസങ്ങൾ പോലും ഉപയോഗിക്കാൻ ഉള്ള അത്രയും അളവ് അവരുടെ കൈവശമില്ല. ആഹാരവുമില്ല, മരുന്നുമില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളവുമില്ല. അപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങൾ തന്നെ അവിടുത്തെ സർക്കാരിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ പട്ടാളക്കാർ, അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ നിന്ന് ഏകദേശം 10,000-ഓളം പേരാണ് ഇതിൽ നിന്ന് വിരമിച്ചത് എന്നുള്ള വാർത്തകൾ രാജിവെച്ചു. മാത്രമല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് പാകിസ്ഥാനിലേക്കുള്ള വാസികൾ, അവിടുത്തെ പൗരത്വമുള്ള ആൾക്കാർ ബോർഡറിൽ ചെന്നപ്പോൾ അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കുള്ളവരെ തന്നെ ഇത്തരത്തിൽ ആഹാരം കൊടുത്ത് അല്ലെങ്കിൽ വെള്ളം കൊടുത്ത് നിലനിർത്താൻ അവിടുത്തെ ജനങ്ങളെ തന്നെ പറ്റുന്നില്ല. ഇനി ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ കൂടി നോക്കാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല. അവരെ എങ്ങനെ പോറ്റും? അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്. ഇത് ഇങ്ങനെ ആഹാരമില്ല, മരുന്നില്ല, വെള്ളമില്ല. ഇനിയിപ്പോൾ അടുത്ത സംഭവിക്കാൻ പോകുന്നത് കറണ്ട് കട്ടാണ്. ഇപ്പോൾ നിലവിൽ തന്നെ അവിടെ പവർ കട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഈ ജലവൈദ്യുത പദ്ധതികൾ ഈ പറയുന്നത് പോലെ നദിയിലെ വെള്ളം ഉപയോഗിച്ച്, ഝലം നദിയിലെ മറ്റും സിന്ധു നദിയിലെയും മറ്റും വെള്ളം ഉപയോഗിച്ച് നിരവധി ചെറിയ ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, ജലവൈദ്യുത പദ്ധതികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധിയും അവരെ ബാധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ വെള്ളമില്ലാത്തതിന് വളരെ രൂക്ഷമായ വിമർശനവും തർക്കങ്ങളും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. കാരണം വെള്ളമില്ലാത്ത അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. ടാങ്കർ ലോറികൾ ഇങ്ങനെ അടുക്കി കെട്ടുന്നതായിട്ടുള്ള നമ്മൾ റിപ്പോർട്ടുകളിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പൊ വെള്ളത്തിന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ പോക്ക്. അപ്പം വെള്ളമില്ല, ബാക്കിയൊക്കെ നമുക്ക് ഇതൊരു ആധുനിക യുദ്ധതന്ത്രമാണ്. ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ ആയുധങ്ങൾ കൊണ്ടും ബുള്ളറ്റുകളും മിസൈലുകളും ബോംബുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്നതിന് പകരം വളരെ സമർത്ഥമായിട്ട്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു തന്ത്രമാണ് നമ്മുടെ രാജ്യം പയറ്റിയിരിക്കുന്നത്. എന്തായാലും അതവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഈ കുറച്ച് ഭക്ഷണമൊക്കെ അവിടെ എത്തിക്കാൻ ചിലപ്പോൾ ചൈനയ്ക്കും മറ്റുമൊക്കെ പറ്റിയെന്നിരിക്കും. പക്ഷേ വെള്ളം എങ്ങനെ കൊടുക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന, ചൈനയിൽ നിന്ന്, ടിബറ്റിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന നദികളുണ്ട്. ബ്രഹ്മപുത്ര പോലെയുള്ള നദികൾ ചൈനയിൽ ഉത്ഭവിച്ച് വരുന്നതാണ്.
അപ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ അവരുടെ ഇത് തടഞ്ഞു നിർത്താം, ഇന്ത്യയെ ഈ ബ്രഹ്മപുത്രയെ തടഞ്ഞു നിർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാം. എളുപ്പമല്ല. കാരണം അത് തടഞ്ഞു നിർത്തിയാൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ചൈനയിലുണ്ടാവും. ആ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിന് കീഴിലാവും. കാരണം അത്ര വലിയൊരു നദിയാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര. അതുപോലെ അല്ല സിന്ധുവും ജലവും ഒക്കെ. അവിടെ ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് പദ്ധതികളുണ്ട്. കൃത്യമായിട്ട് ടണലുകൾ നിർമ്മിച്ച് വെള്ളം ഒഴുക്കിക്കൊണ്ടുവന്ന് രാജസ്ഥാനിലേക്കും മറ്റും ജലസേചനം നടത്താനുള്ള സംവിധാനം ഇന്ത്യ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി ഒരിക്കലും ചൈനയ്ക്ക് നമുക്ക് നേരെ ഉയർത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പറയുന്നത് പോലെ എത്ര നാൾ ഭക്ഷണം കൊടുക്കും, എത്ര നാൾ ഈ അരിയും ഗോതമ്പും അവിടെ സപ്ലൈ ചെയ്യും? അതുപോലെ തന്നെ അവരുടെ ആഹാരത്തിലൊരു പ്രധാന വിഭവമാണ് കോഴിയിറച്ചി. അത് ഇപ്പോൾ വലിയ തോതിൽ വലിയ വിലക്കയറ്റമാണ് കോഴിക്ക്. അപ്പോൾ ഒരു കിലോ അരിയുടെ വില തന്നെ 340 രൂപ, ചിന്തിക്കുന്നതിലപ്പുറമാണ്. അതെ, എത്ര നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടിയ ഇനം അരിക്ക് പോലും ഒരു കിലോയ്ക്ക് 50 രൂപ വില വരുന്നുള്ളൂ. മറ്റേത് എത്ര ഇരട്ടിയായി, 6 ഇരട്ടി 7 ഇരട്ടി വിലയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ സാഹചര്യം വളരെയധികം ആ രാജ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ വലിയ രാജ്യമാണ്. ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാകും. കാരണം ജനങ്ങൾ ഈ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഒന്നും ഇല്ലാതാകുമ്പോൾ ആയുധങ്ങളെടുത്ത് തെരുവിലിറങ്ങും. അത് ഒരു സർക്കാരിനും ഒരു സൈന്യത്തിനും അവരെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ വിഭാഗം വലിയ രീതിയിലുള്ള ഒരു സേനാ ബലമോ അല്ലെങ്കിൽ ആയുധ ബലമോ ഒന്നും ഉള്ളവരല്ല അവർ. നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ അവരൊന്നുമല്ല. പക്ഷേ വീരവാദത്തിനൊരു കുറവുമില്ല. എനിക്ക് ഏറ്റവും അധികം വേദന തോന്നി നമ്മളുടെ രാജ്യത്തെ, ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന, ഞാൻ ഇന്ത്യൻ പൗരയാണ്. അപ്പം ഞാൻ മറ്റൊരു രാജ്യത്ത് ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കയറ്റാത്ത, എൻ്റെ വീട്ടിലോട്ട് കയറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ആ ബോർഡറൊക്കെ അടച്ചപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ, അതാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളതെന്ന് വ്യക്തമല്ലേ? ഇങ്ങനെ നിരന്തരം ഈ ശത്രുരാജ്യത്തിനോടുള്ള ഈ വിരോധം അത് ആളിക്കത്തിച്ച് ജനങ്ങളിൽ ആ ഇന്ത്യ വിരോധം ആളിക്കത്തിച്ച് അതിനെ ഇന്ധനമാക്കി നിലകൊള്ളുന്ന അല്ലെങ്കിൽ തുടരുന്ന ഒരു ഭരണകൂടം, ഒരു സർക്കാർ, അവർക്ക് ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയുണ്ട്? ഒരു പ്രതിബദ്ധതയുമില്ല. ഈ പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ജനങ്ങളോടുണ്ടായിരുന്നെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ, അവർക്കാവശ്യമുള്ള സാധനങ്ങൾ അത് ആദ്യം എത്തിക്കുമായിരുന്നു. അവർക്കറിയാത്തതല്ലല്ലോ ഈ മരുന്നും ഭക്ഷണവും ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് എവിടെ നിന്നാണ് എന്ന് അവർക്കൊരു ഒരു തിരിച്ചറിവ് അവർക്കുണ്ടല്ലോ. ഈ പറയുന്നത് പോലെ അവിടെ കൃഷി ചെയ്ത് അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ ഭക്ഷ്യ വിഭവങ്ങൾ അത് അവർക്ക് കയറ്റുമതി ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം കയറ്റുമതിയിലൂടെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. അതൊരു ചെറിയ വിഭാഗം കയറ്റുമതി പോകും, ബാക്കി അവിടെ ഉപയോഗിക്കുകയാണ്. പക്ഷേ അതിനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഭീതി അവിടെ വന്നതുകൊണ്ട് വലിയ തോതിൽ ഓഹരി വിലകൾ ഇടിഞ്ഞു. അതുപോലെ തന്നെ നാണയപ്പെരുപ്പം കൂടി, വിലക്കയറ്റം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത, സർക്കാരിന് ഇടപെടാൻ പറ്റാത്ത, വിപണിയിൽ ഇടപെട്ടുകൊണ്ടും മറ്റും ഇവരെ നിയന്ത്രിക്കാൻ ആ ഒരു പരിധി കഴിഞ്ഞു പോയിരിക്കുന്നു. സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കാത്ത വണ്ണം അത് വളർന്നിരിക്കുന്നു. ഇത് ആ രാജ്യത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുമെന്ന് വ്യക്തമാണ്. വലിയ തോതിൽ ജനങ്ങൾ അവിടെ തമ്മിലടിച്ച് മരിച്ചു വീഴുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ആ ഭരണകൂടത്തിന് ഒരു കാരണവശാലും ഇതിനെ നിയന്ത്രിക്കുക എളുപ്പമല്ല. അവർ വലിയ പ്രതിസന്ധി, വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ഇത് അധിക ദിവസങ്ങളൊന്നും ഇത് പോകില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് വലിയൊരു കൊളാപ്സ്, ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ആ രാജ്യത്തിനുള്ളിൽ തന്നെ നോക്കൂ, ഒരു തങ്ങളുടെ അയൽ രാജ്യത്തെ ഏതെല്ലാം വിധത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയെല്ലാം നിരന്തരം തലവേദനകൾ സൃഷ്ടിച്ച ഒരു രാഷ്ട്രത്തിന് അവസാനം സംഭവിക്കുന്ന അന്ത്യം, അവരുടെ വിധി വളരെ ദാരുണമായിരിക്കുന്നു. അവർ വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലേക്കും ചെന്നെത്തും. വലിയ തോതിൽ അവിടുത്തെ പൗരന്മാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, വലിയ കനത്ത തോതിൽ ആൾനാശം ഉണ്ടാകും എന്നാണ് ആയുധമെടുക്കാത്ത ഈ യുദ്ധം തെളിയിക്കുന്നത്.